ദൃശ്യം 3 ചിത്രീകരണം ആരംഭിക്കുന്നു. മോഹൻലാൽ സംസാരിക്കും. മനസ്സിൽ എത്തിയ പ്രേക്ഷകർ ദൃശ്യം 3 തീർച്ചയായിട്ടും മനസ്സിൽ കൊണ്ട് നടക്കുമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. ദൃശ്യം 3യുടെ ചിത്രീകരണം കൊച്ചിയിൽ ആരംഭിക്കുകയാണ്. അതൊക്കെ ഇന്നലെ സംസാരിച്ചു കഴിഞ്ഞു. ഇതിപ്പം ദൃശ്യമാണ്. ഇന്നലത്തെ കാര്യം ഇന്നലെ. ഇപ്പം ഞാൻ പോവാണ്. ഇത് കഴിഞ്ഞാണ്. അതിന്റെ കഥ ഇപ്പൊ പറയണം. ജോർജ് കുട്ടി എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടാക്കും. പേടിക്കുന്നു. അത് കാണാം. എല്ലാവരും അതിൻ്റെ ഒരു എല്ലാവരും ഈ എക്സൈറ്റ്മെൻറ്റാണ് ദൃശ്യത്തിൻ്റെ ഒരു ക്യാച്ച് എന്ന് പറയുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഇതിനടുത്ത് പറയില്ല എന്ന് പുള്ളി പറഞ്ഞു. ഇവിടെ ഞാൻ പോകാൻ. താങ്ക് യു. ഓക്കെ. എന്തായാലും ഷൂട്ടിംഗ് ഇവിടെ ആരംഭിക്കുകയാണ്. അത് ഇങ്ങനെയൊരു ദിവസം തന്നെ ആരംഭിക്കാൻ സാധിച്ചത് വളരെ സന്തോഷം. കാരണം ഇത് ഇരട്ടി മധുരമാണ്. ഫാൽക്കെ അവാർഡ് കിട്ടി. നമ്മുടെ ഒരു എല്ലാ മലയാളികളുടെയും ഒരു പ്രൗഡ് മൊമെൻ്റാണ്. പിന്നെ വിഷയത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു നല്ല സിനിമയാണെന്നുള്ള കോൺഫിഡൻസ് ഉണ്ട്. ബാക്കി നിങ്ങൾ അമിത പ്രതീക്ഷകളില്ലാതെ കൊണ്ട് ഈ സിനിമ കാണുക. ഇതിൻ്റെ റിലീസും കാര്യങ്ങളൊന്നും തീരുമാനിച്ചിട്ടില്ല. അതൊക്കെ വഴിയെ അറിയിക്കും. അപ്പോൾ ഇത് വന്ന് ഇതിനോട് സഹകരിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. ദൃശ്യം 3യുടെ ചിത്രീകരണത്തിൻ്റെ തുടക്കം, അതിൻ്റെ പൂജയാണ് എറണാകുളത്തെ പൂത്തോട്ടയിൽ നടന്നത്. മോഹൻലാൽ സംസാരിച്ചു. ശേഷം ജിത്തു ജോസഫ്. ഒപ്പം ഇന്ന് ഉച്ചയ്ക്ക് മോഹൻലാൽ ഡൽഹിയിലേക്ക് പോവുകയും ചെയ്യും. ഫാൽക്കെ പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിനായി. അദ്ദേഹത്തിന് വേദിയിൽ അദ്ദേഹത്തിനെ ആദരിക്കുകയാണ്. ദൃശ്യം 3ക്ക് തുടക്കമിട്ട ശേഷം ഏകദേശം ഒരു 40-50 ദിവസം നീണ്ടു നിൽക്കുന്ന ചിത്രീകരണമായിരിക്കും എന്ന് കരുതുന്നു. മോഹൻലാലിനെ പൊന്നാടി അണിയിച്ച് ആദരിക്കുകയാണ്. ശ്യാം പ്രസാദ് ഉത്തമനുണ്ട്. ശ്യാം, ഇത് അവിടുത്തെ ഏതെങ്കിലും സംഘടനകളുടെ ഭാഗമായിട്ടായിരുന്നോ ഈ ആദരിക്കൽ? എറണാകുളത്തെ പൂത്തോട്ടയിലാണ് മോഹൻലാൽ ചിത്രമായ ദൃശ്യം 3യുടെ ചിത്രീകരണം, അതിൻ്റെ പൂജ നടന്നത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു കേക്ക് മുറിച്ച് ഫാൽക്കെ പുരസ്കാരത്തിൻ്റെയും ഒപ്പം തന്നെ ദൃശ്യം 3 തുടങ്ങുന്നതിൻ്റെയും ഒരു സന്തോഷം പങ്കുവയ്ക്കുന്ന ചടങ്ങ് കൂടിയാണ് അവിടെ നടക്കാൻ പോകുന്നത്. നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ, സംവിധായകൻ ജിത്തു ജോസഫ് എന്നിവരെല്ലാം അവിടെയുണ്ട്. അതെ, അഭിനന്ദനങ്ങൾ ലാലേട്ട എന്നെഴുതിയ കേക്ക് മോഹൻലാൽ കേക്ക് മുറിച്ച് ആ സന്തോഷം പങ്കുവയ്ക്കുകയാണ്. ആന്റണി പെരുമ്പാവൂർ, ജിത്തു ജോസഫ്, ഇർഷാദ്, മോഹൻലാൽ ചിത്രം ദൃശ്യം 3യുടെ ചിത്രീകരണത്തിൻ്റെ തുടക്കം, അതിൻ്റെ പൂജ ഇപ്പോൾ നടന്നിരിക്കുന്നു. എൻ്റെ ദൃശ്യങ്ങളാണ് ജിത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന ചിത്രം. വലിയ ജിത്തു ജോസഫ് സൂചിപ്പിച്ച പോലെ അമിത പ്രതീക്ഷ അരുത് എന്ന് പറഞ്ഞാൽ അവരെ സമ്മർദ്ദത്തിലാക്കും. പക്ഷേ സ്വാഭാവികമായിട്ടും പ്രേക്ഷകർക്ക് പ്രതീക്ഷകൾ വാനോളം തന്നെയാണെന്ന കാര്യത്തിൽ തർക്കമില്ല. ശ്യാം നമുക്കൊപ്പം ചേർന്നൊരു. ശ്യാം, ഇന്നലെ മോഹൻലാൽ പറഞ്ഞൊരു കാര്യമായിരുന്നു, ഞാൻ ഈ വിമർശനങ്ങൾ അങ്ങനെ തോളിലേറ്റി നടക്കാറില്ല, ഇന്ന് നിങ്ങളോട് സംസാരിക്കുമ്പോൾ അത് മനോഹരമായി സംസാരിക്കാൻ ആ നിമിഷം ആസ്വദിക്കുന്നുവെന്നാണ്. ഇപ്പോൾ അദ്ദേഹം അവിടെ സംസാരിച്ചപ്പോഴും ആരോ ഫാൽക്കെക്കുറിച്ച് ചോദിച്ചെന്ന് തോന്നുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് ഇന്നലെ കഴിഞ്ഞ കാര്യമാണ്, ഇന്ന് ദൃശ്യം 3 ആണെന്ന്.
എങ്ങനെയാണ് വളരെ സന്തോഷകരമായ ഒരു പൂജ ചടങ്ങാണല്ലേ? നവരാത്രി ദിനത്തിൽ ആദ്യ ദിനത്തിൽ തന്നെ സിനിമ തുടക്കം കുറിക്കുന്നു എന്നതും ഒരു സവിശേഷതയാണ്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അതായത് മോഹൻലാലിൻ്റെ ഓരോ നിമിഷങ്ങളും അദ്ദേഹം വളരെ സന്തോഷത്തോടുകൂടി ആനന്ദകരമായി കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. അതാ ഇപ്പോൾ ആ പൂജയ്ക്ക് ശേഷം അദ്ദേഹം ഇവിടെ നിന്ന് മടങ്ങുകയാണ്. ഇവിടെ ഇപ്പോൾ ഈ SN അതായത് ശ്രീനാരായണ ലോ കോളേജിലാണ് ഈ ഷൂട്ടിങ്ങിൻ്റെ പൂജ തുടക്കം കുറിച്ചത്. ഇവിടെ വെച്ച് തന്നെ ഈ ലോ കോളേജിലെ അധികൃതർ അദ്ദേഹത്തിന് പൊന്നാട അണിയിച്ച് ആദരിക്കുകയും ഒരു മൊമെൻറ്റോ നൽകി ആദരിക്കുകയും ഒക്കെ ചെയ്തു. കാരണം സിനിമാ മേഖലയിലെ ഏറ്റവും പരമോന്നത ബഹുമതി നേടിയ ശേഷം അദ്ദേഹം ഇപ്പോൾ മറ്റൊരു അദ്ദേഹത്തിൻ്റെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച ചിത്രങ്ങളിലൊന്നായിട്ടുള്ള ദൃശ്യത്തിൻ്റെ ഭാഗമാകാൻ എത്തിയിരിക്കുന്നു. അങ്ങനെ ദൃശ്യം 3 അതും വളരെ മികച്ച സിനിമയായി മാറട്ടെ, അങ്ങനെ സംഭവിക്കട്ടെ എന്ന് തന്നെയാണ് അദ്ദേഹവും പങ്കുവച്ചത്. എന്തായാലും നിലവിലിപ്പോൾ ദൃശ്യം 3 ഈ ചടങ്ങിൽ മോഹൻലാൽ, അതോടൊപ്പം തന്നെ ആൻ്റണി പെരുമ്പാവൂരിൻ്റെ കുടുംബം, അങ്ങനെ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സംവിധായകൻ ജിത്തു ജോസഫ്, അദ്ദേഹത്തിൻ്റെ കുടുംബം, അങ്ങനെ നിരവധിയായിട്ടുള്ള ആളുകൾ ഈ സിനിമയുടെ ഭാഗമായി എത്തി എന്നതും ഏറെ പ്രത്യേകതയാണ്. ഇന്നിപ്പോൾ ഈ സിനിമ ഇവിടെ ഒരല്പം ചിത്രീകരണം ഉൾപ്പെടെ നടക്കുന്നുണ്ട്. മോഹൻലാൽ ഇവിടെ നിന്ന് നേരെ ഇനി ഡൽഹിയിലേക്കാണ് പോകുന്നത്. നാളെയാണ് പുരസ്കാരം ഏറ്റുവാങ്ങുന്നത്. സ്വാഭാവികമായിട്ടും മലയാള സിനിമയ്ക്ക്, ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെ കിട്ടിയ ഏറ്റവും വലിയ ഒരു പുരസ്കാരം അത് മോഹൻലാലിലൂടെ നമുക്ക് കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും വാനോളമാണ് ഒരു അഭിമാനം. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് അല്പം മുമ്പ് ഇവിടെ കേക്ക് മുറിച്ച് ആഘോഷിക്കുകയും ഒക്കെ ചെയ്തു. ഇവിടെ ഇപ്പോൾ ലോ കോളേജിലെ വിദ്യാർത്ഥികളടക്കം എല്ലാവരും മോഹൻലാലിനെ കാണാൻ വേണ്ടി തടിച്ചു നിൽക്കുന്ന ഒരു കാഴ്ചയുമൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കാരണം അത്രയേറെ ജനകീയനായ പ്രിയപ്പെട്ട നടനാണ് മോഹൻലാൽ. മോഹൻലാൽ തൻ്റെ കരിയറിലെ മികച്ച തന്നെ പഠിച്ച് സിനിമയ്ക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. അദ്ദേഹം ഇപ്പോൾ അവിടുന്ന് അതിൻ്റെ പൂജ ചടങ്ങുകൾ പൂർത്തിയാക്കി അവിടുന്ന് അദ്ദേഹം പോയി. ഇന്ന് ഉച്ചയ്ക്ക് അദ്ദേഹം ഡൽഹിയിലേക്ക് പോവുകയാണ് ഈ പുരസ്കാരം ഏറ്റുവാങ്ങാൻ വേണ്ടി.